സോ ഗൈസ്, വെൽക്കം ബാക്ക്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കൊരു gold/XP ഫാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തിനാണ് ഇന്ന് XP ഫാം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് എൻചാൻറ്റിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ കയ്യിലൊട്ട് ലെവലില്ല. ലെവൽ വേണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന കോഴീനെയും പിഗിനെയൊക്കെ തല്ലിക്കൊന്ന് XP എടുക്കണം. പക്ഷേ അത് ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു XP ഫാം സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, ഈ XP ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഞാനിവിടെ ഗ്യാദർ ചെയ്ത് ഈ ചെസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് 3 ഒബ്സീഡിയൻ, 2 ഡ്രോപ്പറാണോ അതെ 2 ഡ്രോപ്പർ, 3 സ്റ്റാക്ക് ബ്ലോക്ക്, 12 സ്ലാബ് തുടങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പാടായിട്ടുണ്ടായിരുന്നത് ഈ 3 സ്റ്റാക്ക് ഒബ്സീഡിയനും ഈ ട്രൈഡൻറ്റും മാത്രമാണ്. ട്രൈഡൻ്റ് അത്ര പാടല്ല, പക്ഷേ ഈ ഒബ്സീഡിയൻ നന്നായിട്ട് ഞാൻ താഴെ പോയിട്ട് അവിടുത്തെ ലാവ പൂളിൽ ചെന്നിട്ട് അവിടെ പോയി വെള്ളം ഒഴിച്ച് മൈൻ ചെയ്തു. പിന്നെ അവിടെ നമ്മൾ 2-3 ലാവ പൂളുണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ മൈൻ ചെയ്തെടുത്തിട്ടാണ് എനിക്ക് ഇപ്പോൾ 3 സ്റ്റാക്ക് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് 3 സ്റ്റാക്ക് വേണ്ട, 59 എണ്ണം മതി. 2 സ്റ്റാക്കും 59 ഒബ്സീഡിയനും മതി. പക്ഷേ ഞാനൊരു ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളൊരു സ്ഥലം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ബിൽഡ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ടെറൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഈ ഒബ്സീഡിയൻ എടുത്ത് ഒരു 21x21 നെതർ പോർട്ടൽ സെറ്റാക്കണം. എന്നിട്ട് ആ നെതർ പോർട്ടൽ കുറച്ചും കൂടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ എണ്ണി നമുക്ക് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ 21 ബ്ലോക്സ് കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ഒന്ന്, ഓക്കെ, ഇനി ഇങ്ങനെ വെച്ച് ഫുള്ള് ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 പോർട്ടലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അവന്മാരെ കൊണ്ടുപോയി കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബ്ലോക്ക് താഴോട്ട് മൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിക്കുക. എന്നിട്ട് ഇത് 8 ബ്ലോക്ക് വരെ കൊണ്ടുപോയിട്ട് പിന്നെ താഴോട്ട് ഒഴിക്കുക, പിന്നെ 8 ബ്ലോക്ക് കൊണ്ടുപോയിട്ട് താഴോട്ട് ഒഴിക്കുക, അറ്റം വരെ കൊണ്ടുപോകണം. അത് ഞാൻ ഈ 2ലും ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് കയ്യിലോട്ട് എടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 2 ഡീപ്പ് സ്ലേറ്റിൻ്റെ ബ്ലോക്ക് എടുത്തിട്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ. ഇനിയിപ്പോൾ ഈ 2 ഡിസ്പെൻസർ, ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ട കയറിയിട്ട് 2 ബ്ലോക്ക് ഇവിടെ, എന്നിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് വേണ്ടേ ഈ ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇവിടെ ഒരു ഒബ്സർവർ ഇങ്ങനെ നോക്കിയിട്ട്, എന്നിട്ട് ഈ മുകളിലിരിക്കുന്ന പൊട്ടിച്ച് കളഞ്ഞിട്ട് വേറൊന്ന് അതിൻ്റെ മുകളിൽ, എന്നിട്ട് അതിനെ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവർ ഇവിടെ വെച്ചിട്ട് അതിനെ അങ്ങ് ഓണാക്കണം. അപ്പോൾ അത് നിൽക്കും. ഇനിയിപ്പോൾ ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് വന്നിട്ട് 6 ബ്ലോക്ക് ഇങ്ങനെ അങ്ങ് വെക്കണം. 6 1 2 3 4 5 6. എന്നിട്ട് ഒരു ഒബ്സർവർ ഇതിൻ്റെ അറ്റത്തൊന്ന് ഇങ്ങനെയല്ല ഇങ്ങനെ വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഒബ്സർവർ എല്ലാം അതിനെ നോക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ഇനി കയ്യിലെ ബ്ലോക്ക് എടുത്തിട്ട് ഈ സൈഡിലായിട്ട് 3 ബ്ലോക്കും ഇട്ട് ഇതിൻ്റെ മണ്ടയിലായിട്ട് ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിലായിട്ട് ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് കയ്യിൽ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇങ്ങനെ തുറന്ന് വെക്കണം. എന്നിട്ട് ഒരു ബക്കറ്റ് ലാവ എടുത്തിട്ട് കയ്യിലോട്ട് എടുത്തിട്ട് ഇതിന്റെ മേലോട്ട് കയറി അത് ഇവിടെ ഒഴിക്കണം. അപ്പൊ തന്നെ പോർട്ടൽ ഓൺ ആയിട്ടുണ്ട്. അത് ഇവിടെ ഒഴിക്കണം. അപ്പോൾ തന്നെ ഈ പോർട്ടൽ അങ്ങ് ഓണാകും. ഓക്കെ, പേടിച്ചു. അപ്പോൾ തന്നെ ഈ പോർട്ടൽ അങ്ങ് ഓണാകും. ഇനി ഈ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഈ ഡിസ്പെൻസറിൻ്റെ അവിടെ വന്നിട്ട് ഒരു ബക്കറ്റ് ഇങ്ങോട്ട്, അടുത്ത ബക്കറ്റ് ഇങ്ങോട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 7 ബ്ലോക്ക് താഴോട്ട് കുടിക്കണം. ഈ 2 സൈഡിലായിട്ട് 2 ബ്ലോക്ക് വെച്ചിട്ട് 7
ബ്ലോക്ക് താഴോട്ടാക്കിയിട്ട് കുഴിക്കണം. ഓക്കെ, നമ്മളപ്പോൾ 7 ബ്ലോക്ക് നന്നായിട്ട് 7 ബ്ലോക്കല്ല ഫുള്ള് നന്നായിട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വരുന്ന ഇമാര് പണിയാട്ടോ. ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടെ അങ്ങ് വരും, ഒറ്റ അടിയാവും വരും. ഇവിടെ നിന്ന് ഇനി 4 ബ്ലോക്ക് നേരെ 24 രാത്രിയായിരുന്നു. ഇനി 4 ബ്ലോക്കിനെ താഴെ 22 ബ്ലോക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ താഴോട്ട് 22 ബ്ലോക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി 5x5 ഒരു റൂം അങ്ങോട്ടും ഇങ്ങോട്ടും 4 സൈഡിലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ്. ഓക്കെ, ഞാനപ്പോൾ ഈ വലിയ സ്പേസ് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 4 ബ്ലോക്കിൻ്റെ ഏതെങ്കിലും സൈഡ് തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്ന് 4 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. 1 2 3 4. ജസ്റ്റ് ഒരു ഹോപ്പർ, അതിൻ്റെ മണ്ടയിൽ റെയിലിൻ്റെ മണ്ടയിൽ മൈൻകട്ട് വിത്ത് ഹോപ്പർ വക. ഇനി നമുക്ക് ട്രൈഡൻ കില്ലർ ഉണ്ടാക്കാം. അതിന് നമ്മുടെ പിസ്റ്റൺ കയ്യിലോട്ട് എടുത്തിട്ട് ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഇവിടെ, ഇവിടെ. ഇനി നമുക്ക് ഈ പിസ്റ്റൻ്റെ ഈ സൈഡുകളിലായിട്ട് റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കണം. പക്ഷെ അതിൻ്റെ കയ്യിലില്ല. അതിന് നമുക്ക് മുകളിൽ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ഈ റെഡ് സ്റ്റോൺ ടോർച്ച് എടുത്തിട്ട് കുറച്ച് ലാഡറും കൂടെ വേണം, അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് ഈ ലാഡർ മൊത്തം എടുത്ത് മുകളിൽ വരെ കൊണ്ടുപോകാം. എല്ലാത്തിലും ഓരോ റെഡ് സ്റ്റോൺ ടോർച്ച് ഇങ്ങനെ ആഡ് ചെയ്യണം, ഓരോന്നിലും ആഡ് ചെയ്യണം. ഇനി ഒബ്സർവർ കയ്യിലെടുത്തിട്ട് ഈ ടോർച്ചിലോട്ട് നോക്കി പറഞ്ഞവിടെ ഇനി ഇതിന് ചുറ്റിനും ബ്ലോക്ക് വെച്ച് അടയ്ക്കണം. അതിന് ഞാൻ ഡീപ്പ് സ്ലേറ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഇവന്മാരെ വേണ്ട ഇങ്ങനെ ഒന്ന് കൊല്ലാൻ പറ്റും. ഓരോന്ന് ചാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഡെഡായെന്ന് തോന്നി. ഇനി നമുക്ക് പോയി കുറച്ച് ഫുഡ് എടുക്കണം. ഫുഡ് എടുത്തിട്ട് പിന്നെ എന്തായിരുന്നു, റോട്ടൻ ഫ്ലഷ്. ഈ ഫുഡും ട്രൈഡൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ ഈ ലിവർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം, എന്നിട്ട് അത് ഓപ്പൺ ആക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നിൽക്കും. നമ്മളൊന്നും കൂടെ ഓണാക്കുമ്പോൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ട്രൈഡൻ്റെ ഇടയിൽ കൂടെ വേണ്ടേ ഇവിടോട്ടില്ല, കറക്റ്റ് ആ പിസ്റ്റൾ കറക്റ്റ് ആ പിസ്റ്റളിലോട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ ഈ അടുത്ത സ്ലാബ് തിരിച്ചതേപോലെ വെക്കണം. എന്നിട്ട് അങ്ങ് ഓണാക്കി കൊടുത്താൽ ട്രൈഡൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഇത് ടീസ്പൂൺ ഇല്ലേ? ഇത് ടീസ്പൂൺ ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ടീസ്പൂൺ ആവത്തില്ല. ധൈര്യമായിട്ടിരുന്നു. ഞാൻ ഇതുവരെ കണ്ട ഒരു വീഡിയോയിലും ഇത് ടീസ്പൂൺ ആയിട്ടില്ല. ഇനി ഇത് വർക്കാവുന്ന ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വാട്ടർ ബക്കറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടോട്ട് തിരിച്ചങ്ങനെ കയറൂടാ. അടുത്ത ബക്കറ്റ് വെള്ളം ഇത് ഇച്ചിരി മൈൻ ചെയ്തിട്ട് ഇവിടോട്ടും അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ പിഗ്ലിന് താഴോട്ട് പിഗ്ലിനെല്ലാം കൂടെ ഇനി താഴോട്ട് താഴോട്ട് ഇതേപോലെ വീഴും. ഇനി ഇവിടെ വന്ന് നിന്നിട്ട് ഈ ലിവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടന്മാരെല്ലാം ചാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം 1 ഹിറ്റാണെന്ന് നിങ്ങൾക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഹിറ്റ് അല്ലേ? ആണ് 1 ഹിറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ 21 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 22 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബാക്കി ഇവന്മാർക്കുള്ളത് ഒറ്റൊരു ഹാർട്ടാണ്. അതങ്ങ് പൊട്ടുമ്പോൾ ഇവന്മാർക്ക് ബാക്കി ഒറ്റ ഹാർട്ടാണ്. ഈ എൻ്റെ സോഡിൻ്റെ കാറ്റടിച്ചാൽ പോലും ഇവന്മാർ ചാവും. അപ്പോൾ ഇനി നമുക്ക് അൺലിമിറ്റഡ് SP ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ AFK ചെയ്തുണ്ടാക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടും. ഇപ്പം തന്നെ നമ്മുടെ ചെസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും. നോക്കട്ടെ, നോക്കണ്ടോ? പറഞ്ഞില്ലേ, ഇപ്പം തന്നെ ഈ ചെസ്റ്റ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയും കൂടി ഇടുന്നട്ടെ.
ഈ ബ്ലോക്കെല്ലാം ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു ടോർച്ച് എടുക്കുക, ഇവിടെ വെക്കുക, നമ്മുടെ ചെസ്റ്റ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യുക, ഇവിടെ ഇല്ല, ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ബ്ലോക്കൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയിട്ട് ഇവിടോട്ട് ഒരു ചെസ്റ്റ് അല്ല 2 ചെസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുക. അടുത്ത 2-3 ബ്ലോക്ക് അങ്ങ് മൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു ഹോപ്പർ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ചെസ്റ്റിലെ ഡ്രോപ്പെല്ലാം കൂടെ അപ്പുറത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഈ എടുത്ത ബ്ലോക്കെല്ലാം അതേപടി തിരിച്ച് വെക്കാം. അവിടെ ഒരു ഹോപ്പറും കൂടെ വെക്കാണ്ട്, കാരണം എൻ്റെ ഇപ്പോൾ വെക്കാത്തതിൻ്റെ കാരണം അയണില്ല. ഐ എം ബ്രോക്ക്. ഇനിയിപ്പോൾ അയൺ കിട്ടുമ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്തോളാം. തൽക്കാലം നമുക്ക് മോളിൽ ചെന്ന് കയറിയിട്ട് എത്ര XP ആയെന്നൊന്ന് നോക്കാം. വേണ്ടേ, ഇപ്പോൾ തന്നെ പറഞ്ഞ നേരം കൊണ്ട് 31 ലെവലായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഞാനിത് പോയി ഓഫ് ചെയ്യാം, അല്ലേ വേൾഡ് ലാഗാവും. ഓക്കെ, ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം, കാരണം അല്ലേ നമ്മുടെ വേൾഡ് ഓണാക്കിയിട്ട ലാഗാവും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇല്ലേ. സോ സക്സസ്ഫുള്ളി നമ്മുടെ ഫാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അൺലിമിറ്റഡ് ഗോൾഡും അൺലിമിറ്റഡ് XPയും ഒരേ സമയം ഈ ഫാമിൽ കൂടെ കിട്ടും. എനിക്കൊന്ന് ബെഡ്റോക്കിലെ ഏറ്റവും ബെസ്റ്റ് XP ഫാമാണിത്. നമുക്ക് ഈ ജാവയിലെ പോലെ നെതറിൻ്റെ റൂഫ് ടോപ്പിൽ പോയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഓവർ വേൾഡിൽ ഇത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എന്തിനാ അതൊക്കെ ഇങ്ങനെ. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മുടെ 2-3 മച്ചന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളുടെ പേരാണ് ഹാസിൻ ഗെയിമിങ്. ഞാൻ ഇവരുടെയൊക്കെ പേര് ഈ സൈഡിലായിട്ട് കാണിച്ചേക്കാം. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ ന്യൂബി ഗെയിമിങ് YT സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രോ. പിന്നെ നാസീർ വഹീദ് 2457 സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ബ്രോ. സോ അടുത്താണ് സ്പൈബേൺ ബ്രോ. ഹായ് ബ്രോ, ഹൗ ടു കോൺടാക്ട് എനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓർ ഡിസ്കോഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണേ ഒന്ന് ഫോളോ ചെയ്തേക്ക്. വേണമെങ്കിൽ മതി, ഞാനതിൽ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, കോൺടാക്ട് ചെയ്യണമെങ്കിൽ മാത്രം. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ ഒരു കിടു OP ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 5-ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ വേൾഡ് ഡൗൺലോഡ് തരുന്നതാണ്. എൻ്റെ കൂടെ കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കയറി ഞാൻ കളിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.